Welcome to lecture 2 of error analysis. Yesterday, we discussed about the need of error analysis and how does uncertainties arise in physical measurements. Today, we will continue the discussion and go a little bit deeper into the finer aspects of measurements and also how errors propagate in calculations and further computations. Let us briefly see the overview of today's discussion. Here is the outline for today's discussion. We will briefly see how uncertainties arise in direct measurements and what is meant by a square root rule for counting experiment, and how does the errors propagate in sums and differences, products and quotients, and also we will discuss a few special cases of the rules. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് വാല്യൂവിനോട് കൂടെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ എന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. ആ അടിസ്ഥാന വിവരം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ മാർജിൻ ഓഫ് എറർ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇലക്ഷനും മറ്റും നടക്കുമ്പോൾ അഭിപ്രായ സർവേകളൊക്കെ നടത്താറുണ്ട്. അതിൽ ഉദാഹരണത്തിന് കേരളത്തിലെ ഇലക്ഷൻ ആണെങ്കിൽ കേരളത്തിൽ 20 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ളതിൽ 20-ൽ 16 സീറ്റുകൾ ഒരു പാർട്ടിയും 4 സീറ്റ് വേറൊരു പാർട്ടിക്കും കിട്ടുമെന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ അവര് അതിൻ്റെ ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ അതിൽ വരാവുന്ന മാർജിൻ ഓഫ് എറർ കൂടി ഉൾപ്പെടുത്താറുണ്ട്. സാധാരണ സോഷ്യൽ സയന്റിസ്റ്റുകൾ അതിനെ ഒരു കോൺഫിഡൻസ് ഇന്റർവൽ എന്നുള്ള ടൈമിലാണ് സാക്ഷ്യപ്പെടുത്താറ്. ഉദാഹരണത്തിന് സോഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഉണ്ട് എന്ന് അവർ പറയാറുണ്ട്. എന്താണിത്? ഇതിൻ്റെ അർത്ഥം ഒരു ഇലക്ഷൻ പ്രവചനത്തിലാണെങ്കിൽ എ എന്ന് പറയുന്ന കക്ഷി ഇത്ര സീറ്റുകൾ വിജയിക്കും എന്ന് പറയുമ്പോൾ അവർക്കത് 95% കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ പ്രവചിച്ച റിസൾട്ട് 95% ശരിയാവാനും അത് അതേസമയം തന്നെ അത് മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത് 5% വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു മാർജിൻ ഓഫ് എറർ 5% എന്നുള്ളത് ഒരു വളരെ തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ഒരു മെഷർമെന്റിൽ പറയാമെങ്കിലും സയൻസിലെ മെഷർമെന്റുകൾക്കൊന്നും തന്നെ നമുക്ക് അങ്ങനെ കൃത്യമായി പറയാൻ സാധിക്കില്ല. അതായത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഒരു കാര്യം അളക്കുമ്പോൾ അതിന് കൂടുതൽ കൃത്യത വരുത്തേണ്ടത് ഉണ്ട്. എന്നിരിക്കലും 1-2% ഒക്കെയാണ് പലപ്പോഴും സയൻസിലെ അളവുകൾക്ക് മാർജിൻ ഓഫ് എറർ സാധാരണ സൂചിപ്പിച്ച് കാണാറ്. 1% താഴെ എറർ കൊണ്ടുവരിക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുമാണ്. നമ്മൾ ഈ എറർ എന്നിവിടെ 1% എന്ന് ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ് എററാണ്. അതായത് ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചിട്ട് ശതമാനത്തിലാക്കി കിട്ടുന്ന എററിനെയാണ് 1% എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ടോപ്പിക് ആയിരുന്നു പ്രൊപ്പഗേഷൻ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എല്ലാ വസ്തുക്കളും നമുക്ക് ക്വാണ്ടിറ്റീസും നമുക്ക് നേരിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല. ഉദാഹരണത്തിന് ഒരു ഫീൽഡിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ലെങ്തും വിഡ്ത്തും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് എടുക്കുക. ഈ ലെങ്തും വിഡ്ത്തും നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളക്കാം. ആ അളവുകളിലൊക്കെ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ ഉണ്ടാവും. ആ എറർ തീർച്ചയായിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് എങ്ങനെ വരും എന്ന് നമ്മൾ ലളിതമായി ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ നമ്മൾ ഫിസിക്സ് നടത്തുന്ന മറ്റൊരു അളവാണ് വെലോസിറ്റിയുടെ കാൽക്കുലേഷൻ. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് കണക്കാക്കുമ്പോൾ
ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആയാലും കോഷ്യന്റ് അല്ലെങ്കിൽ ഡിവിഷൻ ആയാലും ഇതിലൊക്കെ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിനുള്ള അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റികളിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ അത് ആണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് അൺസർട്ടനിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ അളവുകളിൽ രണ്ടു തരം പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു കാര്യം അളക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് അളക്കും. ഉദാഹരണത്തിന് ഒരു റോഡിന്റെ നീളം അളക്കുക, അല്ലെങ്കിൽ ഒരു മൈതാനത്തിന്റെ നീളം അളക്കുക, അല്ലെങ്കിൽ വീതി അളക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മെഷർമെന്റ് നടത്തുക. ആ മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കൂടാതെ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പലപ്പോഴും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ കാൽക്കുലേറ്റഡ് ക്വാണ്ടിറ്റീസും, അല്ലെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ചിലത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ആർ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് മെഷർമെന്റ്സ്. അൺസർട്ടനിറ്റീസിനും അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിനും എറേഴ്സിനും ഇതേപോലെ തന്നെ രണ്ട് പ്രോസസ്സുകൾ ഉണ്ട്. ഒന്നാമത്തേത്, നമ്മൾ അത് ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയിൽ എന്തുമാത്രം അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് നടത്തുന്നതാണ്. ആ എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് മെഷർ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത് കാൽക്കുലേഷൻ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ അൺസർട്ടനിറ്റിയുടെ പ്രൊപ്പഗേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അൺസർട്ടനിറ്റി ഒരു മെഷേർഡ് ക്വാണ്ടിറ്റിയിലെ കാൽക്കുലേഷൻ നടക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് തിട്ടപ്പെടുത്തുന്നതിനെയാണ് ഈ രണ്ടാമത്തെ പ്രോസസ്സായിട്ട് കാണാൻ പറ്റുക. അപ്പൊ ഇത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രൊപ്പഗേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണാം. നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു കാര്യമാണ്, Q എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി രണ്ട് മെഷേർഡ് ക്വാണ്ടിറ്റീസിന്റെ ഡിഫറൻസ് ആണെങ്കിൽ ഈ എക്സിലും വൈയിലും ഉള്ള അൺസർട്ടനിറ്റി ക്യൂവിൽ ഈ രണ്ട് അൺസർട്ടനിറ്റികളുടെയും ഒരു സം ആയിട്ട് കടന്നു വരും. അതായത് error in Q will be approximately equal to sum of errors in X and Y. That is the propagation of error in case of differences. Whereas if Q is equal to X into Y, then we cannot simply add the uncertainties in there. We can only add relative uncertainties or fractional uncertainties. So it can be in percentage or in pure number form. So you can compare or the propagation of uncertainty in a product simply by adding together their relative or fractional uncertainties. So this is our premise for today's discussion. So when you talk about measurements, we basically talk about direct measurement. For example, in this example, we have a vernier caliper, using which we can find the length of a small object, as you can see, and we use the least count method, etc., to calculate this. And this measurement scale is an example of an analog scale, whereas in modern times we use digital instruments such as a multimeter or a digital voltmeter in the laboratory to measure things. And you can see that digital equipments directly tell us the number, and it is very easy to read the measurement. So in a situation where we are directly measuring something, the main source of error or uncertainty in such a situation is the reading of the scale. For example, നമ്മളിപ്പോ അനലോഗ് സ്കെയിലിൽ നിന്നും നോക്കി മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് കറക്റ്റ് 19.44 ആണോ അതോ 4.5 ആണോ? അതായത് നമ്മളൊരു സ്കെയിലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ റീഡിംഗ് എടുക്കുന്ന ആൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, ഇത് കൃത്യമായിട്ട് ഞാൻ കാണുന്ന റീഡിംഗ് ആണോ അതോ അതിനപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് അളന്നു നോക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളത് സംശയ നിവാരണം വരുത്തുന്നത്. അപ്പൊ ഈ സംശയം ഉണ്ടാവുക എന്നുള്ളത് ഒരു നാച്ചുറൽ ഹ്യൂമൻ ട്രേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സോഴ്സ് ഓഫ് എറർ, അതായത് റീഡിങ് എടുക്കുന്നതിൽ വരുന്ന എറർ എന്ന് പറയുന്നതാണ് പ്രധാനമായും അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എറർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഡെഫിനിഷൻ. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു
ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഒരു എക്സ്പെരിമെന്റ് സങ്കല്പിക്കുക. നമ്മളൊരു ലേസറും ഒരു സ്ലിറ്റ് വെച്ചിട്ട് ആ സ്ലിറ്റ് ലെൻസിലൂടെ കടത്തിവിട്ട് ഒരു സ്ക്രീനിലേക്ക് നമ്മൾ അതിന്റെ ഇമേജ് ഫോം ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് അളന്നിട്ടാണ് നമ്മൾ സാധാരണ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഫോക്കൽ ലെങ്ത് കാണുക. എന്താണ് പ്രോബ്ലം ഓഫ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം ഉണ്ടാവും. ഈ ലെൻസിന് അത്യാവശ്യം തിക്നെസ് ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അകലം? ഈ ലെൻസിന്റെ വലതുവശത്തുള്ള സർഫസിൽ നിന്നും സ്ക്രീനിലേക്കുള്ള അകലമാണോ, അതോ ലെൻസിന്റെ മിഡിൽ നിന്നുള്ള അകലമാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് അവിടെ കടന്നുപോകും. അതായത് യുവും വിയും എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ള ഒരു സംശയം. അത് കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി വിഷമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എങ്കിലും അങ്ങനത്തെ ഒരു സംശയം വന്നുകൂടിയാണ്. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് കൃത്യമായിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ആ ഫോർമുല ഓഫ് ഡെഫിനിഷൻ എന്നുള്ളതിൽ വരിക. അപ്പോൾ അൺസർട്ടനിറ്റി രണ്ട് രീതിയിൽ വരാം. റീഡിങ് നടത്തുന്നതിൽ നിന്നും വരാം, ആ റീഡിങ് എങ്ങനെ എടുക്കുന്നു എന്നുള്ള നമ്മുടെ ലാക്ക് ഓഫ് ഡെഫിനിഷൻ നിന്നും വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. വി മേ ടെൻ ടു അണ്ടർ എസ്റ്റിമേറ്റ് ദി എറേഴ്സ്. അതായത് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ലാബിൽ റീഡിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ റീഡിങ് നമ്മൾ നോട്ട് ചെയ്ത റീഡിങ് ശരിയാണോ എന്നുള്ള ഒരു സംശയം നിലനിർത്തിയിട്ട് നമ്മൾ വീണ്ടും റീഡിങ് എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ ഈ ഡെഫിനിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് ഡെഫിനിഷൻ തെറ്റാണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല. അതിനെയാണ് നമ്മൾ എറേഴ്സ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുക. കണക്കുകൾ പറയുന്നത് സാധാരണഗതിയിൽ മെഷർ ചെയ്യുന്ന ആള് റീഡിങ് എറേഴ്സിനേക്കാളും 10 ഇരട്ടിയോളം ഓവർലുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡെഫിനിഷന്റെ പ്രശ്നം. അതായത് നമ്മൾ പലപ്പോഴും അത് ഒഴിവാക്കും. അപ്പൊ അതാണ് പലപ്പോഴും പിന്നീടുള്ള ഒരു എററായിട്ടൊക്കെ കടന്നുകൂടാൻ സാധ്യതയുള്ളൂ. അതേസമയം ചിലപ്പോൾ നമ്മൾ ഓവർ എസ്റ്റിമേറ്റും ചെയ്യാം. അതായത് ഈ എററിനെ പറ്റി തന്നെ ചിന്തിച്ച് അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാനോ ഇത് പൂർത്തീകരിക്കാനോ ഒക്കെ സാധിക്കാതിരിക്കാം. അപ്പൊ ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് ഡയറക്റ്റ് മെഷർമെന്റിൽ അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്ന് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ പ്രശ്നം, അതായത് മെഷർമെന്റിലുള്ള തെറ്റാണ് അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് അത് പലതവണ റിപ്പീറ്റ് ചെയ്യുന്നത് വഴി അത് ഒഴിവാക്കും. പല റീഡിങ് എടുക്കുന്നു. ഇപ്പോൾ ഒരു റോഡിന്റെ ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 or 10 തവണ റീഡിങ് എടുത്തു കഴിയുമ്പോൾ ആ റീഡിങ്ങുകളുടെ ആവറേജ് എടുക്കുന്നത് വഴി നമുക്ക് ഈ എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മളുടെ റീഡിങ്ങിന് പ്രശ്നമാണോ എന്നറിയാനായിട്ട് നമുക്ക് ഇതിന്റെ സ്പ്രെഡ്, അതായത് എത്രമാത്രം സെൻട്രൽ വാല്യൂവിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടാണ് മറ്റു റീഡിങ്ങുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ആൻസർ കിട്ടും. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പ്രെഡ് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് അൺസർട്ടനിറ്റീസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് രണ്ട് വ്യത്യസ്ത ആളുകൾ നടത്തിയ റീഡിങ്ങുകളൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നമ്മളുടെ രീതികളും നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പോ മൊത്തത്തിൽ തെറ്റാണെങ്കിൽ അതൊന്നും ഈ പലതവണ റിപ്പീറ്റ് ചെയ്തത് കൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുക. സിസ്റ്റമാറ്റിക് എറേഴ്സ് ഒഴിവാക്കാൻ നമ്മൾ അത് കൃത്യമായി കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നതോ അല്ലെങ്കിൽ മീറ്റർ സ്കെയിൽ തെറ്റായിട്ടുള്ളതോ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് എത്ര റീഡിങ് റിപ്പീറ്റ് ചെയ്താലും ആ തെറ്റായ റീഡിങ് തന്നെയായിരിക്കും കിട്ടും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് സിസ്റ്റമാറ്റിക് എററാണ്. ആ സിസ്റ്റമാറ്റിക് എറർ നമ്മൾ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അത് തിരുത്തുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. അടുത്തതായി ചില പ്രത്യേകതരം മെഷർമെന്റ്സിൽ വരുന്ന ഒരു റൂളാണ് പരിചയപ്പെടുത്തുക. ഇത് നമ്മൾ വിളിക്കുക ദി സ്ക്വയർ റൂട്ട് റൂൾ എന്നാണ്. ഇത് പലപ്പോഴും കടന്നു വരിക കൗണ്ടിങ് എക്സ്പെരിമെന്റ്സിലാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ എത്ര തവണ വരുന്നു എന്നുള്ള കൗണ്ട് ചെയ്തെടുക്കുന്ന സിറ്റുവേഷൻസ്. ഒരു ഉദാഹരണം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് സാമ്പിൾ, ഉദാഹരണത്തിന് യുറേനിയസിന്റെ ഒരു ന്യൂക്ലിയസ് എടുത്ത് വെച്ചിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ അതിനെ വീക്ഷിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസിന്റെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താം. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ കൗണ്ടിങ് എക്സ്പെരിമെന്റ്. ഇങ്ങനത്തെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക്
ഇതിന്റെ എറർ എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു നമ്പറാണ് കിട്ടുന്നത്. ശരിയായ നമ്പർ എത്രയാണെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാനും പറ്റില്ല. ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച ഇത്ര കുട്ടികളെ ഉണ്ടായിക്കോളൂ എന്ന് നിയമമൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ഒരാഴ്ച കൗണ്ട് ചെയ്യുന്നു, 2 ആഴ്ച കൗണ്ട് ചെയ്യുന്നു, അപ്പൊ കിട്ടുന്ന ആ നമ്പർ എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു റൂൾ വെച്ച് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അതിന്റെ എറർ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഈ സ്ക്വയർ റൂട്ട് റൂൾ വെച്ച് പറയുക. ഉദാഹരണത്തിന് മ്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ എറർ അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ എണ്ണം എങ്കിൽ ഈ സ്ക്വയർ റൂട്ട് റൂൾ പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂ പ്ലസ് റൂട്ട് ഓഫ് ന്യൂ അതിന്റെ കൂടെ എറർ ആയിട്ട് ആഡ് ചെയ്യാന്നുള്ളത്. ഉദാഹരണത്തിന് ദി ആവറേജ് നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻ എ പീരിയഡ് ഓഫ് ടൈം ടി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് നമ്പർ ന്യൂ പ്ലസ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. സോ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച 30 കുട്ടികൾ ഒരു ഹോസ്പിറ്റലിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 30, അല്ലെങ്കിൽ 16 കുട്ടികളാണെങ്കിൽ 16 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 16, ദാറ്റ് ഈസ് 4. 16 പ്ലസ് ഓർ മൈനസ് 4 ആയിരിക്കാം അതിനകത്തെ എറർ എന്നുള്ള ഒരു റൂളാണ്. ഇത് റേഡിയോ ആക്ടിവിറ്റി പോലെയുള്ള വലിയ നമ്പർ ഓഫ് ഇവന്റ്സ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ റൂളാണ് ഈ സ്ക്വയർ റൂട്ട് റൂൾ. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡിഫറൻസിന്റെയും സംസിന്റെയും ഒക്കെ സിറ്റുവേഷനിൽ വരുന്ന എറേഴ്സിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിന്റെ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. എക്സ് ബി എന്ന് പറയുന്ന അതിന്റെ ബെസ്റ്റ് വാല്യൂ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി പല മെഷർമെന്റ്സിന്റെ സം ആൻഡ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുകയാണ്. ഉദാഹരണത്തിന് എക്സ് പ്ലസ് എക്സെട്ര ടു സെഡ് മൈനസ് യു പ്ലസ് എക്സെട്ര ടു ഡബ്ല്യു, അതായത് സംസും ഡിഫറൻസുകളും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ക്യൂ എന്ന് കരുതിയാൽ എന്തായിരിക്കും അതിന്റെ എറർ എന്നാണ് ഇവിടെ പറയുക. അപ്പൊ അതിന്റെ റൂൾ ഇതാണ്: വെദർ ഇറ്റ് ഈസ് എ സം ഓർ ഡിഫറൻസ്, ദി uncertainty or error, resultant uncertainty or error will be the sum of individual uncertainties. അതായത് മാക്സിമം ഇതാണ് പോസിബിൾ ആയിട്ടുള്ള എറർ. അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നതിന് കാരണം കൃത്യമായിട്ട് ഇതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ മാക്സിമം അൺസർട്ടനിറ്റി പോസിബിൾ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 പാത്രത്തിൽ ഉള്ള ദ്രാവകങ്ങളുടെ ഭാരം കണക്കാക്കുന്നത്. പാത്രം 1-ൽ ഉള്ള ദ്രാവകത്തിന്റെ തൂക്കം പാത്രത്തോടു കൂടി എടുത്തപ്പോൾ M1 75 കിലോഗ്രാം പ്ലസ് ഓർ മൈനസ് 5 kg ആണ് കിട്ടിയെങ്കിൽ, M2 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പാത്രത്തിന്റെ തൂക്കം അടക്കം നമുക്ക് 150 പ്ലസ് 8 കിലോഗ്രാം പ്ലസ് ഓർ മൈനസ് 8 കിലോഗ്രാം. M1 എന്ന് പറയുന്നത് പാത്രത്തിന്റെ ഭാരം കണക്കാക്കുമ്പോഴുള്ളതാണ്. അതിനകത്ത് 1 കിലോഗ്രാമിന്റെ അൺസർട്ടനിറ്റി ഉണ്ട്. അതുപോലെ M2 എന്ന് പറയുന്നത് 10 കിലോഗ്രാം ഭാരമുള്ള പാത്രമാണ്. അതിന്റെ ഭാരം കണ്ടപ്പോഴും 2 കിലോഗ്രാം അൺസർട്ടനിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ 2 ദ്രാവകങ്ങളൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഭാരം ഉണ്ടെന്ന് കണക്കാക്കാൻ നമുക്ക് അതിന്റെ ബെസ്റ്റ് വാല്യൂസ് എടുത്താൽ മതിയാവും. ഉദാഹരണത്തിന് ഫസ്റ്റ് കേസിൽ 75 മൈനസ് 3 ആണ് അതിന്റെ ഭാരം. രണ്ടാമത്തെ കേസിൽ 150 മൈനസ് 10 ആണ്. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 212 കിലോഗ്രാം കിട്ടും. എന്നാൽ ഇതിന്റെ അൺസർട്ടനിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ ഉപയോഗിക്കുമ്പോൾ 5 മൈനസ് 1 പ്ലസ് 8 മൈനസ് 2, ദാറ്റ് ഈസ് 10 കിലോഗ്രാം. അപ്പൊ ഇത് നമ്മൾ റിസൾട്ടന്റ് ഭാരം എഴുതുമ്പോൾ 212 പ്ലസ് ഓർ മൈനസ് 10 kg എന്ന് പറയാൻ പറ്റും. ഇതാണ് ഇതിന്റെ അൺസർട്ടനിറ്റിയുടെ റൂൾ. ഇത് ഞാനൊരു പോസിബിൾ വാല്യൂ പറഞ്ഞതാണ്. ഇത് മാക്സിമം കണക്കാക്കി കഴിഞ്ഞാൽ 5 പ്ലസ് 1 6 പ്ലസ് 8 14 പ്ലസ് 2 16 വരെ പോവാം. അതായത് പ്ലസ് 16 വരെ പോവാം. അതുകൊണ്ട് ഈ പ്ലസ് ഓർ മൈനസ് 10 kg എന്ന് പറയുന്നത് കൊണ്ട് അവിടെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങളിലുള്ള പ്രോബ്ലം ചെയ്ത് നോക്കുന്നത് നമ്മളിത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അടുത്തത് ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ നമ്മൾ പ്രോഡക്റ്റുകളുടെ കാര്യം പറഞ്ഞത് എങ്ങനെയാണ് ഡിവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ചില ക്വാണ്ടിറ്റീസിന്റെ പ്രോഡക്റ്റും അതിന്റെ കോഷ്യന്റുമായിട്ടാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ റിലേറ്റീവ് അൺസർട്ടനിറ്റി ആണ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ആണ് കമ്പയർ ചെയ്യുക. അതിന്റെ മാത്തമാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, എങ്കിലും പാഠപുസ്തകങ്ങളിൽ അത് ലഭ്യമാണ്. അത് ഉപയോഗിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ
റിലേറ്റീവ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റികളുടെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് ഇത് സംബന്ധിച്ച പൊതു നിയമം. ഇവിടെ നമ്മൾ പ്രോഡക്ട്സും പോർഷൻസും ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് പൊതുവായിട്ട് ഇതിന്റെ റൂൾ എഴുതിയിരിക്കും. ഒരു ഉദാഹരണം നമുക്ക് ഈ സിറ്റുവേഷൻ കാണാം. ഉദാഹരണത്തിന് ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂവും മെഷർ ചെയ്ത ഒരു ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഉദാഹരണത്തിന് ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒരു പാക്കറ്റ് പേപ്പർ ഉണ്ടെന്ന് കരുതുക. 500 പേപ്പറുള്ള ഒരു പാക്കറ്റ്. ആ പാക്കറ്റിന്റെ തിക്നെസ് ക്യാപിറ്റൽ T ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പറിന്റെ തിക്നെസ് കണക്കാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും T/500 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ക്യാപിറ്റൽ T കണ്ടപ്പോൾ അതിനകത്ത് ഉള്ള എറർ എങ്ങനെയായിരിക്കും സ്മോൾ ടിയിൽ വരിക എന്ന് നമുക്ക് അറിയാം. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഡെൽറ്റ T = 1/500 × ഡെൽറ്റ ക്യാപിറ്റൽ T എന്ന് എഴുതാൻ പറ്റും എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ക്വോഷ്യന്റ് റൂൾ വെച്ചിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. Q എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. X ആണ് അതിന്റെ മെഷർഡ് ക്വാണ്ടിറ്റി. B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. Q = B × X. ഈ സിറ്റുവേഷനിൽ ക്വോഷ്യന്റ് റൂൾ പറയുന്നത് fractional uncertainty of the calculated value is equal to sum of fractional uncertainties of the measured values. ഇവിടെ B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡെൽറ്റ Q by mod of X is equal to സോറി അവിടെ ചെറിയ തെറ്റുണ്ട്. ഡെൽറ്റ Q by modulus of Q is equal to ഡെൽറ്റ X divided by modulus of ഡെൽറ്റ X. അതായത് റിലേറ്റീവ് അൺസർട്ടനിറ്റികൾ രണ്ടും തുല്യമാണെന്ന് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Q is equal to modulus of B into ഡെൽറ്റ X എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടപ്പോൾ അത് 2.1 സെന്റിമീറ്റർ വിത്ത് 0.2 സെന്റിമീറ്റർ മാർജിൻ ഓഫ് എറർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2 times D ആണ്. സോ നമ്മൾ പ്രോഡക്റ്റ് ക്വോഷ്യന്റ് റൂൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 2.1 into pi, that will be rounded to 6.3 plus or minus 0.2 into pi, that will be rounded to 0.6. So 6.3 plus or minus 0.6 centimeter എന്നുള്ളതായിരിക്കും സർക്കംഫറൻസിൽ വരുന്ന എറർ എന്ന് പറയും. ഇത് സംബന്ധിച്ച കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തു നോക്കുന്നത് നമ്മളെ ഈ കാര്യം ഗ്രഹിക്കാനായിട്ട് സഹായിക്കും. അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു റൂളാണ്. ഉദാഹരണത്തിന് പവേഴ്സ് വന്നു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട ഫോർമുലയിലൊന്നും ഹയർ പവേഴ്സ് വന്നിട്ടില്ല, ഫസ്റ്റ് ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉദാഹരണം നോക്കുക. ഒരു കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഒരു വസ്തുവിന്റെ കൈനറ്റിക് എനർജി നമ്മൾ കണക്കാക്കുമ്പോൾ ½ mv² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുമ്പോൾ V എന്ന് പറയുന്നത് മെഷേർഡ് ക്വാണ്ടിറ്റി ആണ്. മാസം നമ്മൾ ചിലപ്പോൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി ആവാം. അപ്പൊ ആ മാസം മെഷർ ചെയ്യുന്ന സമയത്ത് അതിൽ ഉള്ള അൺസർട്ടനിറ്റിയും വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി എങ്ങനെയാണ് ക്യാരി ഓവർ ചെയ്യുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് പ്രോഡക്റ്റ് ക്വോഷ്യന്റ് റൂൾ വെച്ചിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് ഡെൽറ്റ K by modulus of K is the fractional uncertainty, that will be equal to delta M by M plus delta V plus, അതായത് V into V എന്നുള്ളതിന്റെ കണക്കാക്കി കഴിഞ്ഞാൽ 2 times fractional uncertainty in V വരും. അപ്പോൾ ഇതാണ് അതിനകത്തെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് പൊതുവായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ if Q is equal to X raised to N, then the fractional uncertainty in Q will be equal to N times fractional uncertainty of X. So this is the rule for powers of a quantity and how does errors propagate in when calculating a power. ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്യൂബിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. വിത്ത് റിലേറ്റീവ് അൺസർട്ടനിറ്റി ഓർ പെർസെന്റേജ് അൺസർട്ടനിറ്റി എറർ 1% എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും എ ക്യൂബ് ആണ്. അവിടെ 2 സെന്റിമീറ്ററിന്റെ ക്യൂബ് 8 സെന്റിമീറ്റർ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3 ടൈംസ് പെർസെന്റേജ് എറർ ആണ് ഇതിന്റെ അൺസർട്ടനിറ്റി ആയിട്ട് വരേണ്ടത്. അപ്പോൾ അത് 3%. ഇങ്ങനെയാണ് നമ്മൾ പവേഴ്സ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞതിന്റെ സമ്മറി ചുരുക്കത്തിൽ ഇത്രയുമാണ്. നമ്മൾ എന്താണ് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് കണ്ടു. ഡയറക്റ്റ് മെഷർമെന്റിൽ എങ്ങനെയൊക്കെയാണ് അൺസർട്ടനിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് കണ്ടു. പിന്നീട് ചില കൗണ്ടിങ് എക്സ്പെരിമെന്റ്സിൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് റൂൾ അപ്ലൈ ചെയ്യാമെന്ന് കണ്ടു. അവസാനമായി നമ്മൾ സംസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ക്വോഷ്യന്റ്സ് അതിന്റെ പൊതുവായിട്ടുള്ള റൂൾസ് കണ്ടു. അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് മെഷർഡ് ക്വാണ്ടിറ്റി ആൻഡ് എക്സാക്ട് നമ്പർ ആൻഡ് ഓൾസോ പവേഴ്സ്
ഇത്രയും കാര്യങ്ങളിൽ എങ്ങനെ എറേഴ്സ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നും കണ്ടു. ചുരുക്കത്തിൽ മെഷർമെന്റ്സിൽ എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റാത്ത എറേഴ്സ് അത് വെച്ചിട്ടുള്ള എല്ലാ കാൽക്കുലേഷനിലും പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്ന് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഈ ലെക്ചർ 2-ന്റെ ഉള്ളടക്കം. ലെക്ചർ 3-ൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അവിടെ നമ്മൾ ചില ഉദാഹരണങ്ങളും അതുപോലെ ജനറൽ പൊതുവായിട്ടുള്ള എങ്ങനെ എറർ പ്രൊപ്പഗേഷന്റെ നിയമം എന്താണെന്നും അതുപോലെ സിസ്റ്റമാറ്റിക് എറേഴ്സും അതുപോലെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ലാതെ കടന്നുകൂടുന്ന എറേഴ്സ് ഒഴിവാക്കാനായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന്റെ തുടക്കവും കാണാം. എല്ലാവർക്കും നന്ദി.